ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. ഇപ്പോൾ കേരള PSC അപേക്ഷകളിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരമാണ് തരുന്നത് അല്ലേ. അപ്പോൾ ഇനി ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിക്ക് മുന്നേ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ് ഇനി മുതൽ നടപ്പിലാക്കാൻ പോകുന്നതെന്നുള്ള പുതിയൊരു വാർത്തയാണ് കേരള PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ കേരള PSC അപേക്ഷകളിൽ വരുത്തിയ തെറ്റുകൾ തിരുത്താൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി അവസരം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ്, നമുക്ക് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപേക്ഷയിൽ മിസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരുത്താനും അതുപോലെ നമുക്ക് ആഡ് ഓൺ ചെയ്യാനൊക്കെ ഉള്ള അവസരം PSC നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൽ തെറ്റുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ PSC ഇനി മുതൽ അനുവാദം നൽകും. നേരത്തെ ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ലായിരുന്നു. അത് ശരി തന്നെയായിരുന്നു, ഇതുവരെ നമുക്ക് അങ്ങനെയായിരുന്നു അല്ലേ. അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ PSC ഇനി പുറപ്പെടുവിക്കാൻ പോകുന്ന പുതിയ വിജ്ഞാപനങ്ങൾ മുതലാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് തിരുത്തലുകൾ നടത്താൻ പറ്റുക? ഒന്ന്, അപേക്ഷയിലെ തെറ്റായ വിവരങ്ങൾ നമുക്ക് തിരുത്താം. അതുപോലെയോ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ സംവരണം, വെയിറ്റേജ് മാർക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് ചേർക്കാനും സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭിന്നശേഷി, എക്സ് സർവീസ്മെൻ, അതുപോലെ സ്പോർട്സ്, NCCയിലൊക്കെയുള്ള വെയിറ്റേജ് മാർക്കൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ കഴിയും. അതായത് അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക്. അതിൻ്റെ നിരന്തരമായ PSCയോടുള്ള അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ ഈ ഒരു തിരുത്തലിന് PSC മുതിർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുൻപായിട്ട് നമ്മൾ പ്രൊഫൈലിൽ ഏതൊക്കെ തരത്തിലുള്ള തിരുത്തലുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അതൊക്കെ എന്തായിരിക്കും അപ്ഡേറ്റ് ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വെറി ചെയ്യേണ്ട. എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള അവസരം ഇനി മുതലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾക്ക് നടക്കുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം പ്രധാനമാകുന്നത്? തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ അപേക്ഷ നൽകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ സംവരണം, വെയിറ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ മറന്നുപോകും അല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഒന്നുകൂടി അതിൽ ആഡ് ഓൺ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ പല ഉദ്യോഗാർത്ഥികളുടെയും, അതായത് ഒരുപാട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് PSC ഈ ഒരു കാര്യത്തിൽ വീണ്ടും ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ഇനിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ഷോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.